പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ദ്വിദിന പദയാത്രയുടെ കാഴ്ചകളാണ്. ഇതിന്റെ മുന്നോടിയായിട്ട് ഞാനൊരു വീഡിയോ ഫോർവേഡ് ചെയ്തിരുന്നു. അതിന്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് കൽപ്പകഞ്ചേരി പഞ്ചായത്തിനെ വടക്കും തെക്കുമായി രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ച് ആദ്യ ദിവസം വടക്ക് ഭാഗത്തും രണ്ടാം സെക്ഷൻ തെക്ക് ഭാഗത്തുമായിട്ടാണ് പദയാത്ര സംഘടിപ്പിച്ചിരുന്നത്. അതിൽ തെക്കുഭാഗത്തുള്ള പദയാത്രയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാഥയുടെ ആരംഭം കുറിച്ചത് കുട്ടികളത്താണിയിൽ നിന്നാണെങ്കിൽ ഇതിന്റെ സമാപനം കുറിക്കുന്നത് കടുങ്ങാത്തുകുണ്ടിലാണ്. ഇപ്പോൾ ജാഥ കടന്നു പോകുന്നത് സുപ്രിയ ഹോസ്പിറ്റലിന്റെ ഒരൽപ്പം താഴെയായിട്ട് അവിടെയുള്ള പെട്രോൾ പമ്പിന്റെ മുമ്പിലൂടെ പദയാത്ര കടന്നു പോകുന്ന കാഴ്ചകളാണ്. ഇതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് വൈറ്റ് ഗാർഡ് വളണ്ടിയേഴ്സ് ജാഥയുടെ നല്ല രീതിയിലുള്ള നടത്തിപ്പിനും വാഹന ഗതാഗതം തടസ്സപ്പെടാതിരിക്കാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പച്ചക്കൊടിയുടെ പവർ കണ്ടോ, ഇതുപോലൊരു പൂങ്കൊടി വേറെയുണ്ടോ? ഈ കൊടിയേന്തിയ കൈകൾ കണ്ടോ, ഈ ജയക്കൊടി പാടാത്ത നാടുണ്ടോ? എല്ലാ പള്ളി നടേശനെ താരാട്ട് പാടിയിറക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുർഭരണത്തോട് സന്ധി ജില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൽപ്പകഞ്ചേരി പഞ്ചായത്ത് ജാഥയുടെ മുമ്പിലായി രണ്ട് അനൗൺസ്മെന്റ് വാഹനങ്ങൾ കാഴ്ചക്കാരിലേക്ക് വരവറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. തൊട്ടുപിറകിലായി ബാലകേരളയുടെ 5 കൊച്ചുമിടുക്കന്മാർ. മുൻപിൽ നിന്ന് പട നയിക്കാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് തെയ്യമ്പാട്ടിൽ ഷറഫുദ്ദീൻ സാഹിബ്, ജനറൽ സെക്രട്ടറി തൈക്കാടൻ അബ്ദു സാഹിബ്, ട്രഷറർ AP ആസാദ് സാഹിബ്. അവർക്കു പിറകിലായി മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പഞ്ചായത്ത് തല ഭാരവാഹികൾ, കൂടാതെ ജനപ്രതിനിധികളും അതാത് വാർഡിലെ നേതാക്കളും അണികളും തൂവെള്ള വസ്ത്രവും ശിരസിൽ വെള്ളത്തൊപ്പിയും കയ്യിൽ ഹരിത പൂങ്കൊടിയും ഏന്തി അവർ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പദയാത്ര ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പുത്തനത്താണി ടൗൺ ജുമാ മസ്ജിദിന് മുന്നിലൂടെയാണ്. പുത്തനത്താണി ടൗണ് കവർ ചെയ്തുകൊണ്ട് കല്ലിങ്ങൽ ലക്ഷ്യം വെച്ച് പദയാത്ര മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ ഇവിടെ കാണുന്നത്. ഇനി വിവിധങ്ങളായ ഏരിയകളിൽ വെച്ച് ജാഥ ക്യാപ്റ്റന്മാരെ സ്വീകരിക്കുന്നതും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ വരാനുണ്ട്. ആരോഗ്യ മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമായ മരുന്ന് പോലും ലഭ്യമാകാത്തൊരു സാഹചര്യം. ഈ വഴിയോരങ്ങളിൽ ആവേശഭരിതമായ ഹരിതക്കടൽ തീർത്തുകൊണ്ട് ഇതാ കടന്നു വരികയാണ്. പ്രിയരെ, പ്രിയമുള്ളവരെ, ആശ്രമസിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിനുള്ളവരായിരം പൂച്ചെടികൾ അർപ്പിക്കുക. മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നട്ടുമലർത്തിയ പ്രസ്ഥാനം
ജാഥയെ സ്വീകരിച്ച് കല്ലിങ്ങൽ ടൗണിലേക്ക് കൊണ്ടുവരികയാണ് സീനിയർ നേതാവ് സേതൽ വൈക്കുട്ടി മാഷ്. അവർക്കുള്ള ആരാർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും MSF ഒക്കെ ഭാരവാഹികൾ. തൊട്ടപ്പുറത്തായി വനിതാ ലീഗിന്റെ പ്രവർത്തകർ ആരാർപ്പണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വനിതാ ലീഗിന്റെ പഞ്ചായത്ത് തല പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി പോലെയുള്ള സീനിയർ പ്രവർത്തകരാണ് ഇപ്പോൾ ആരാർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പദയാത്ര കടന്നു പോകുന്നത് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് തൊട്ടുമുമ്പിലൂടെയാണ്. അടുത്തതായി എത്തിച്ചേരാനുള്ളത് കൽപ്പകഞ്ചേരി അങ്ങാടിയിലാണ്. വലിയ രീതിയിലുള്ളൊരു സ്വീകരണം തന്നെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കൽപ്പകഞ്ചേരി അങ്ങാടിയിലെ ആരാർപ്പണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും ബാലകേരളയുടെയും അതുപോലെ തന്നെ ദളിത് ലീഗിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുള്ള ആരാർപ്പണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, തൊട്ടുമുമ്പേ നമ്മൾ കണ്ടത് കൽപ്പകഞ്ചേരി അങ്ങാടിയിലുള്ള സ്വീകരണമാണ്. മരുന്ന് പ്രയോഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തായാലും കൽപ്പകഞ്ചേരി അങ്ങാടിയോട് വിട പറഞ്ഞുകൊണ്ട് മേലങ്ങാടി ജുമാ മസ്ജിദിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ 16-ാം വാർഡ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് തൈക്കാട്ടിൽ കുഞ്ഞിപ്പ, യൂത്ത് ലീഗ് പ്രസിഡന്റ് പറമ്പൻ സിഹാബ്, വാർഡ് മുസ്ലിം ലീഗ് ട്രഷറർ എടത്തടത്തിൽ ഇഞ്ഞാപ്പു, മലങ്ങാടിയോട് യാത്ര പറഞ്ഞ് മാമ്പ്ര എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ സ്വീകരിക്കുന്നത് കൊടപ്പനങ്കൽ ബാവ, യൂത്ത് ലീഗിന് വേണ്ടി ജാസി, CP അനീഫ സാഹിബ് എന്നിവരാണ് മാമ്പ്രയിൽ ജാഥ ക്യാപ്റ്റന്മാരെ സ്വീകരിച്ചത്. കടുങ്ങാത്തുകുണ്ട് ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി CP ലത്തീഫ് സാഹിബിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജാഥയുടെ സമാപനം കടുങ്ങാത്തുകുണ്ട് ടൗണിലാണ്. അവിടേക്ക് ജാഥ കടന്നു വരുന്ന ആവേശകരമായ ലൈവ് കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. വികസനത്തിന്റെ പേരിൽ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ രാഷ്ട്രത്തിന്റെ ജനാധിപത്യ ബാധ്യത കളുകൾ കെട്ടാതെ കാത്തുവെച്ചുകാൻ ഈ കാൽപ്പന കൊണ്ട് സമരം തീർക്കുകയാണ് യൂണിയൻ മുസ്ലിം ലീഗ്. കടന്നു വരുന്ന മുസ്ലിം ലീഗിന്റെ തെക്കൻ മേഖല ഈ വയ്യോരങ്ങളിൽ ആവേശഭരിതമായ പച്ചക്കടൽ തീർന്നുകൊണ്ട് 1948 മാർച്ച് മാസം 10-ാം തീയതി മദ്രാസിലെ രാജാധികാരിന്റെ കോട്ടക്കൊത്തളങ്ങളിലിരുന്ന് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഉയർത്തിവീശിയ പച്ചപ്പതാക വാനോളം ഉയർത്തിവീശിക്കൊണ്ട് പ്രിയനായി കടന്നു വരികയാണ്. വിനാശ സാമ്രാജ്യത്തെ ശക്തികൾക്കെതിരെയുള്ള സമരത്തിന്റെ കാഴ്ചാത്വം ഒഴുകിയ വീരസാഹസികന്മാർ ചവിട്ടിപ്പടം വരുത്തിയ ഈ മലബാറിന്റെ മണ്ണിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടെ കൈവരം പറിച്ചുയർത്തപ്പോൾ ആക്രോശങ്ങളും പദശബ്ദങ്ങളുമായി വിശ്വസം കണ്ടുവന്ന രാഷ്ട്രീയ കണികന്മാർ Muslim League Zindabad! Muslim League Zindabad! Muslim League Zindabad! Muslim League Zindabad! Haydar Jaga Zindabad! Haydar Jaga Zindabad! Haydar Jaga Zindabad! Haydar Jaga Zindabad!
കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ദ്വിദിന പദയാത്രയുടെ സമാപനം കടങ്ങാത്തുകുണ്ടിൽ ഹരിതക്കടൽ തീർത്തു എന്ന് വേണം പറയാൻ. ആവേശകരമായ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് സമ്മാനമായി നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനും തുടർന്നുള്ള കാഴ്ചകൾ നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ മദാനി സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം പ്രൈസഡ് റോഡ് നിർമ്മിച്ചത് ആ ശബരിമല ശാസ്താവിന്റെ സന്നിധാനത്തിലേക്കായിരുന്നു. മുസ്ലിം ലീഗ് അതിന് നൽകേണ്ട പ്രാധാന്യം എത്രയാണ്? പ്രിയമുള്ളവരെ, ആവേശകരമായ പദയാത്രയുടെ സമാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഈ വീഡിയോ ഞാൻ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.